നമസ്കാരം. എല്ലാ ബുധനാഴ്ചയും കേരള ജനങ്ങൾ കാത്തിരിക്കുന്നത് വി.ഡി. സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തുന്ന പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വെടിച്ചില്ല് പോലുള്ള ഉത്തരങ്ങൾ പറയുന്നത് കേൾക്കാനാണ്. ചിലർക്കത് സീരിയൽ കാണുന്നത് പോലെയാണെങ്കിൽ ചിലർക്കത് ത്രില്ലർ സിനിമ കാണുന്നത് പോലെയാണ്. വാർത്താപ്രേമികളുടെ കാര്യം പറയേണ്ടതുമില്ല. ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് CPM-കാരാണ്. അവരുടെ സൈബർ ക്യാപ്സ്യൂൾ ഇക്കുറി ഏതെങ്കിലും പച്ചപിടിച്ചോ എന്നറിയണമെങ്കിൽ ബുധനാഴ്ച ദിവസം വി.ഡി. സതീശൻ്റെ ശൗര്യമുള്ള വാക്കുകൾ കേൾക്കണം. ഈ ബുധനാഴ്ച കർക്കിടകവാവായിരുന്നതുകൊണ്ട് ആ വെടിക്കെട്ട് ഇന്നത്തേക്ക് മാറ്റിവെച്ചു. പതിവ് പോലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു. ഒരു മാധ്യമത്തിനും വിലക്കില്ല, ആർക്കും എന്തും ചോദിക്കാം. പതിവ് പോലെ ചോദ്യങ്ങൾ കൂടുതൽ ചോദിച്ചതും ആവർത്തിച്ചു കൊണ്ടിരുന്നതും കൈരളി, റിപ്പോർട്ടർ, ദേശാഭിമാനി മാപ്രകളാണ്. അവരിക്കുറി വി.ഡി. സതീശനെ ഉത്തരം മുട്ടിക്കാൻ പ്രധാനമായും കൊണ്ടുവന്നത് മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള രണ്ടുപേരെ MDMA കേസിൽ പിടിയിലായി എന്ന വിഷയമായിരുന്നു. മുഖ്യമന്ത്രി അത് നിഷേധിക്കുമെന്നും അപ്പോൾ പയറുപോലെ തെളിവെടുത്ത് അടിച്ചു കൊടുക്കാമെന്നും കരുതി ഇരുന്നെങ്കിലും വി.ഡി. സതീശൻ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഈ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള ബന്ധമങ്ങ് സമ്മതിക്കില്ല എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന മാപ്രകൾ ഞെട്ടിപ്പോയി. വി.ഡി. സതീശൻ പറഞ്ഞു, എനിക്കവരെ നല്ല പരിചയമുണ്ട്. പരിചയം ആരംഭിക്കുന്നത് നവകേരള സദസ്സിൽ പിണറായിയുടെ പോലീസ് അവരെ അടിച്ച് പുറം പൊളിച്ചപ്പോഴാണ്. ഞാൻ പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പലതവണ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു. ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു, ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3 4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ? അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ ആർക്കും അതറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാപ്രകളുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ഒരു കാര്യവുമില്ലാതെ നവകേരള സദസ്സിനെ കുറിച്ച് ചർച്ചയാക്കുകയല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല. നവകേരള സദസ്സിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ മുതലാണ് പരിചയം എന്ന വാക്കിൽ പിടിച്ച് അവർ ചാടിയിറങ്ങി. അതിനു മുമ്പ് വി.ഡി. സതീശനുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന ചിത്രമായിരുന്നു ഇവരുടെ പുതിയ ക്യാപ്സ്യൂൾ. പക്ഷെ വി.ഡി. സതീശൻ പറഞ്ഞത്, ഞാൻ ആദ്യമായി ടെലിഫോണിൽ സംസാരിക്കുന്നത് നവകേരള സദസ്സിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ മുതലാണ് എന്നാണ്. അല്ലാതെ അതിനു മുമ്പ് ഇവരെ പരിചയമില്ല എന്ന് പറഞ്ഞിട്ടേയില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സതീശന് പരിചയമുണ്ട്. അവർ പിന്നീട് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായാൽ സതീശൻ എന്ത് ചെയ്യും? നമുക്കെല്ലാവർക്കും പലരെയും പരിചയമുണ്ട്. അവർ പിന്നീട് എന്തെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയായാൽ നമുക്കെങ്ങനെ ഉത്തരവാദിത്വം ഉണ്ടാവും? അത് തന്നെയാണ് വി.ഡി. സതീശൻ പറയുന്നത്. വി.ഡി. സതീശന് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണ് എന്ന് ആരാണ് ഈ പ്രതികളുടെ മേൽ പട്ടം ചാർത്തി കൊടുത്തത്? ഇവിടുത്തെ ക്യാപ്സ്യൂൾ നിർമ്മാതാക്കളായ സഖാക്കൾ. അതിനൊരു തെളിവും അവർ കൊണ്ടുവന്നില്ല. പിണറായി വിജയൻ തന്നെ സ്വയം അവകാശപ്പെടുന്ന എന്ന് തിരുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ആ വലിയ ബോംബ് ചീറ്റിപ്പോവുകയായിരുന്നു. പിന്നത്തെ ക്യാപ്സ്യൂൾ മെറ്റയായിരുന്നു. സതീശിനെ വിമർശിക്കുന്ന പോസ്റ്റുകളെല്ലാം മെറ്റ നീക്കം ചെയ്യുന്നത് സതീശൻ്റെ മാധ്യമ ഭയം മൂലമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ക്യാപ്സ്യൂൾ അവർ ആഞ്ഞുവീശി. സതീശൻ അതിനും കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുത്തു. ഞാൻ ഇത്ര വലിയ സംഭവമാണെന്ന് നിങ്ങൾ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആകപ്പാടെ ഒരാവശ്യമേ ഉന്നയിച്ചിട്ടുള്ളൂ, അതുപോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അനുകൂലമായ പോസ്റ്റുകൾ നീക്കം ചെയ്തതിന്റെ കണക്ക് നിരത്തിയാണ് മുഖ്യമന്ത്രി അവരുടെ വായടപ്പിച്ചത്. മെറ്റ എന്ന് പറയണം ഭയങ്കര സംഭവമാണ്.
ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന് 2 മാസമായിട്ട് ഇവർ ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ ഞാൻ പറഞ്ഞിട്ട് മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണം പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എൻ്റെ പോയിട്ടുണ്ട് 3 എണ്ണം. ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്, ആസാം മുഖ്യമന്ത്രി ഞങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അതെന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നാളെ എൻ്റെയും പോകില്ലേ. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യോ? ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമോ? മെറ്റ ചെയ്യുമോ? ചെയ്താൽ അല്ല. പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ മനോരമ ന്യൂസിലെ കൊടുത്ത ഒരു പോസ്റ്റ് പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അന്ന് റിമൂവ് ചെയ്തത്. പോലീസ് അല്ലല്ല കേൾക്ക്, പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്തത്. പോലീസിനെ ഉപയോഗിച്ച് ഇപ്പോൾ ഇലക്ഷൻ പരാതി കൊടുത്ത് ഞാൻ പരാതി കൊടുത്തില്ലേ, ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുക്കില്ലേ? പരാതി കൊടുക്കും. എന്നിട്ട് അവരത് പുനഃസ്ഥാപിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ലംഘനം കൂടിയല്ലേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുത്തുന്നത്. അത് പോലീസ് ഉപയോഗിച്ച് അതിൻ്റെ അത് ഒന്നുമില്ല. ജൂനി ലൂക്കോസുമായിട്ട് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ പോലീസിനെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ച് അന്ന് അത് പറഞ്ഞുകൊണ്ട് അവരത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ റീഇൻസ്റ്റേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതോടുകൂടി ആ വിവാദവും ചീറ്റിപ്പോയി. പിന്നെ നേരത്തെ തന്നെ ചീറ്റിപ്പോയ വന്ദേമാതരത്തിൽ കയറി പിടിച്ചു. വന്ദേമാതരം സ്കൂളുകളിൽ പാടിക്കും എന്ന് പറയുന്നല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞു ഓഗസ്റ്റ് 15 വരെ കാത്തിരിക്കൂ, അപ്പോൾ അറിയാം ഞങ്ങളുടെ നിലപാടെന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. അത് ഓഗസ്റ്റ് 15-ാം തീയതി അത് വളരെ വ്യക്തമാവും സർക്കാരിൻ്റെ നയം എന്താണ് ഇക്കാര്യത്തിലെന്ന്. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയണത്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. അതിനെ അധിക്ഷേപിക്കുകയോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് വരെ കിട്ടുന്ന നിയമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDF-നും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ടേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അവിടെയും കച്ചുപിടിക്കാതിരുന്ന മാപ്രകളോടെ VD സതീശൻ ചോദിച്ചത് ശബരിമലയെക്കുറിച്ചാണ്. ഗുരുതരമായ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് നടന്നതാണ്. കട്ടളപ്പടി അടിച്ചു മാറ്റി, സ്വർണ്ണ അടിച്ചു മാറ്റി, ഇപ്പോൾ അയ്യപ്പൻ്റെ നെയ്യ് കൂടി അടിച്ചു മാറ്റി. എന്താ നടന്നിരുന്നത്? അതിനെല്ലാം ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നു. എല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാ. എത്രാമത്തെ LDF ഭരണകാലത്ത് എത്രാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ജയിലിൽ കിടക്കണത്? അമ്പലം വിഴുങ്ങികളായിരുന്നില്ല ഇവർ. ശബരിമലയിലെ ഏറ്റവും പുണ്യപുരാതനമായ ശബരിമല ക്ഷേത്രത്തിൽ കളവ് നടത്തിയിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത തരത്തിൽ എത്രാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിൽ കിടക്കണത്? സ്വർണ്ണ അടിച്ചു മാറ്റി, കട്ടള അടിച്ചു മാറ്റി, ദ്വാരപാലക ചിലപ്പോൾ അടിച്ചു മാറ്റി, അവസാനം നെയ്യ് കൂടി അടിച്ചു മാറ്റി. ഇനി എന്തെല്ലാം വരായിരിക്കണം? എന്തായിരുന്നു അവിടെ നടന്നത്? LDF ഭരണകാലത്ത് എന്തായിരുന്നു അവിടെ നടന്നത്? എന്തുണ്ട് ഇനി അവിടെ ബാക്കി മോഷ്ടിച്ചെടുക്കാൻ എന്ന് ചോദിച്ചേ വീണ്ടും നാവടച്ചു കൊടുത്തു VD സതീശൻ. മെസ്സിയെ കൊണ്ടുവരാൻ നടത്തിയ തട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ കാര്യവും VD സതീശൻ പറയാതിരുന്നില്ല. തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ക്രമക്കേട് നടന്നിട്ടുണ്ട്, അന്വേഷിക്കും, കണ്ടെത്തും എന്ന് തീർത്ത് പറഞ്ഞു. അല്ല, ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണുള്ളത്. കായിക വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഗൗരവതരമായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്, സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് വേണ്ട നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കും. സർക്കാരിനെ ഒഴിഞ്ഞു മാറാൻ കാരണം സർക്കാർ ഇതിൻ്റെ ഭാഗമല്ല. കേരളത്തിൽ വന്ന് മെസ്സി കളിക്കും എന്ന് പറഞ്ഞ് ഇപ്പം ഇത് തന്നെ കൊടുത്തത് ഇവരുമായിട്ട് എഗ്രിമെൻറ്റ്, അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിൻ്റെ പ്രൊസീജിയർ എന്തായിരുന്നു പ്രൊസീജിയർ? എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടാണോ കൊടുത്തത്? ഒന്നുമല്ലല്ലോ കൊടുത്തത്. ഒരു കമ്പനിക്ക് അത് കൊടുത്തു. വിപണി മൂല്യനിർണ്ണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിൻ്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ല. ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല. പിന്നെ ഇത് സംസ്ഥാന ഗവൺമെൻറ്റും
യഥാർത്ഥത്തിൽ ഇതിൻ്റെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടോ? പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളെല്ലാം ധാരാളം വരുന്നുണ്ട്. അപ്പം ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മുമ്പിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏതോ സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്ന് പറയും. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിന് മീത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിൽ എല്ലാ മാർഗം. ചുരുക്കി പറഞ്ഞാൽ സഖാക്കൾ മത്സരിച്ച് ഒരാഴ്ച കുത്തിയിരുന്നുണ്ടാക്കിയ ക്യാപ്സ്യൂളുകൾ മുഴുവൻ ഒരൊറ്റ കുഴിബോംബിൽ കത്തിച്ച് ചാമ്പലാക്കി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരാജയം വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങാൻ ഈ നാണം കെട്ട സഖാക്കളുടെ ജന്മം ഇനിയും ബാക്കിയുണ്ടാവും.